ചില പ്രതികാരങ്ങൾ ഒരു ജീവൻ മാത്രം എടുക്കില്ല, ഒരു ജീവിതം മുഴുവൻ സ്വന്തമാക്കും. വെൽക്കം ടു എ സ്റ്റോറി ക്രൂരമായ എൻ്റേത് എപ്പിസോഡ് 2. അവളുടെ ഹൃദയം നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. ഇന്നവൾ കണ്ട ഓരോ കാഴ്ചയും കണ്ണുകൾക്ക് മുന്നിലൂടെ വീണ്ടും വീണ്ടും കടന്നുപോയി. രക്തം, നിലവിളികൾ, അവൻ്റെ മുഖത്തെ വിചിത്രമായ ശാന്തത, ഒരു മനുഷ്യനെ കൊല്ലുമ്പോഴും യാതൊരു വികാരവും പ്രകടിപ്പിക്കാത്ത കണ്ണുകൾ. അവൾക്ക് ശ്വാസം മുട്ടി. അവൾ അറിയാതെ ഒരടി പിന്നിലേക്ക് നീങ്ങി. ഇവനിൽ നിന്നും അകലണം. അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഗാഥ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ച നിമിഷം തന്നെ വർമ്മൻ്റെ കൈ മിന്നൽ വേഗത്തിൽ അവളുടെ കഴുത്തിന് പിന്നിലേക്ക് നീണ്ടുവന്നു. അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിൽ മുറുകി പിടിച്ചു. അറിയാതെ ഗാഥയുടെ വായിൽ നിന്നും ഒരു ഞരക്കം പുറത്തു വന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ അവളെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഗാഥയുടെ നെഞ്ച് അവൻ്റെ നെഞ്ചിൽ തട്ടി. അവളുടെ ശ്വാസം നിലച്ചു. അവരുടെ മുഖങ്ങൾക്കിടയിൽ ഇനി ശ്വാസത്തിൻ്റെ അകലമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ മൂക്ക് അവളുടെ മൂക്കിൽ തട്ടി. അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയോട് ചേർന്നു. അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ ചുണ്ടുകളെ തഴുകിയപ്പോൾ അവളുടെ ശരീരം മുഴുവൻ വിറച്ചുപോയി. അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അവനെ തള്ളി മാറ്റണമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ശരീരം അതനുസരിച്ചില്ല. അവൻ്റെ കണ്ണുകൾ, ആഴമുള്ള കറുത്ത വികാരങ്ങൾ വായിച്ചെടുക്കാൻ കഴിയാത്ത കണ്ണുകൾ, നേരെ അവളുടെ കണ്ണുകളിലേക്ക് തറഞ്ഞു നിന്നു. ആ നോട്ടത്തിൽ എന്തോ ഉണ്ടായിരുന്നു. അത് ദേഷ്യമല്ല, പരിഹാസവുമല്ല, അധികാരം. പക്ഷേ അതിനപ്പുറം അവൾക്ക് മനസ്സിലാകാത്ത മറ്റെന്തോ ഉണ്ടായിരുന്നു. പതിയെ അവൻ ചുണ്ടുകൾ അല്പം തുറന്നു. വളരെ താഴ്ന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, "ഇത്ര പെട്ടെന്ന് എന്നിൽ നിന്ന് മാറി നിൽക്കല്ലേ. നമ്മൾ പരസ്പരം അടുത്തിടപെടാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ?" ആ വാക്കുകൾ ഗാഥയുടെ ചെവിയിൽ പതിഞ്ഞ നിമിഷം അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. "എന്നെ തുടരുത്." അവളുടെ ശബ്ദം വിറച്ചിരുന്നു. "ദൂരെ നിൽക്ക്." അവൻ മറുപടി പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും അവളിൽ തന്നെയായിരുന്നു. അവൾ രണ്ട് കൈകളും അവൻ്റെ നെഞ്ചിലമർത്തി. "കേൾക്കുന്നില്ല, എന്നെ വിട്." അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവൾ അവനെ തള്ളാൻ ശ്രമിച്ചു. ആ നിമിഷം എന്തോ മാറി. വർമ്മൻ്റെ ശരീരം പെട്ടെന്ന് നിശ്ചലമായി. അവൾ നെറ്റി ചുളിച്ചു. എന്താണ് സംഭവിച്ചത്? അവൻ ദേഷ്യപ്പെട്ടതുപോലുമില്ലല്ലോ. അവൻ ചിരിച്ചില്ല. പകരം അവൻ്റെ കണ്ണുകൾ പതുക്കെ താഴേക്ക് നീങ്ങി. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. അവളുടെ കൈകൾ ഇപ്പോഴും അവൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു. അവളുടെ വിരലുകൾ അവൻ്റെ വെള്ള ഷർട്ടിൽ ചുളിവുകൾ വീഴ്ത്തിയിരുന്നു. ഗാഥയുടെ ശ്വാസം തടഞ്ഞു. അവൻ അവളുടെ കൈകളിലേക്ക് നോക്കുകയായിരുന്നു. ആ നോട്ടം വിചിത്രമായിരുന്നു. അവളുടെ സ്പർശനം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു എന്നതുപോലെ. ഗാഥയുടെ തൊണ്ട വരണ്ടുപോയി. ഹൃദയം നെഞ്ചു തുളച്ച് പുറത്തു വരുമെന്നതുപോലെ ഇടിച്ചു. ചില നിമിഷങ്ങൾ മുറിയാകെ നിശബ്ദത പടർന്നു. അവളുടെ ശ്വാസത്തിന് ശബ്ദം മാത്രം. പിന്നീട് വളരെ പതുക്കെ വർമ്മൻ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഒരു നിമിഷം എന്തോ ഒന്ന് അവൻ്റെ ഉള്ളിലും ഇളകി മറഞ്ഞതുപോലെ. പക്ഷേ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളുടെ ശ്വാസം ഇപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. ഹൃദയം വാരിയലുകൾ തകർത്ത് പുറത്തേക്ക് ചാടുമെന്ന പോലെ ഇടിക്കുകയായിരുന്നു. പക്ഷേ വർമ്മൻ അവളെ ഒരു നോക്കുപോലും നോക്കിയില്ല. അവൻ പതിയെ തിരിഞ്ഞു. അവൻ്റെ നോട്ടം ചെന്നെത്തിയത് ആ ഭീമൻ റോഡ് വീലറിലായിരുന്നു. അല്പസമയം മുമ്പ് വരെ അത് ഹാളിൻ്റെ ഒരു മൂലയിൽ ശാന്തമായി കിടക്കുകയായിരുന്നു. പക്ഷേ വർമ്മൻ അനങ്ങിയതും അതിൻ്റെ ചെവികൾ ഉയർന്നു. അടുത്ത നിമിഷം അതൊരു മന്ദഗതിയിൽ എഴുന്നേറ്റു. കറുപ്പും തവിട്ട് കലർന്ന കട്ടിയുള്ള രോമങ്ങൾക്കിടയിൽ അതിൻ്റെ പേശികൾ വ്യക്തമായി ഇളകി മറിഞ്ഞു. ഓരോ ചൂടും ഭാരമുള്ളതായിരുന്നു. വേട്ടയ്ക്കിറങ്ങുന്നൊരു മൃഗത്തിൻ്റെ ആത്മവിശ്വാസം ആ നടപ്പിലുണ്ടായിരുന്നു. ഗാഥയുടെ ശ്വാസം അറിയാതെ നിലച്ചു. ദൈവമേ, ഇത്ര വലിയ നായയോ? അവൾ ജീവിതത്തിൽ ഇത്രയും ഭീകരമായി തോന്നുന്നൊരു നായയെ കണ്ടിട്ടില്ല. അത് നേരെ വർമ്മൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. പക്ഷേ അവൻ്റെ മുന്നിലെത്തിയ നിമിഷം അതിൻ്റെ സ്വഭാവം പൂർണ്ണമായി മാറി. വർമ്മൻ അതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതേയുള്ളൂ. വാൽ മെല്ലെ ആട്ടി അത് അവൻ്റെ കാലുകൾക്കരികിൽ നിന്നു. അപ്പോഴാണ് വർമ്മൻ്റെ ചുണ്ടുകൾ അനങ്ങിയത്. "ഷാഡോ." ആ ശബ്ദം വളരെ ശാന്തമായിരുന്നു. എന്നാൽ ആ ഒരൊറ്റ വാക്ക് മതി. ആ ഭീമൻ നായയുടെ കണ്ണുകളിൽ ഒരു മൃദുത്വം തെളിഞ്ഞു. ഞാൻ അമ്പരന്ന് അവനെ നോക്കി. "ഷാഡോ, അതാ നായയുടെ യഥാർത്ഥ പേരാണെന്ന് എനിക്ക് തോന്നിയില്ല." "ഇല്ല." വർമ്മൻ സ്നേഹത്തോടെ വിളിക്കുന്ന ഓമന പേരായിരിക്കണം അത്. അവൻ ആ പേര് വിളിച്ച രീതിയിൽ തന്നെ അത് വ്യക്തമായിരുന്നു. പക്ഷേ ആ മൃദുവായ പേരിന് പിന്നിൽ നിന്നിരുന്നത് ഒറ്റക്കടിയിൽ ഒരു മനുഷ്യനെ കീറി മുറിക്കാൻ കഴിയുന്നത്ര അപകടകാരിയായ ഒരു റോഡ് വീലറായിരുന്നു. പെട്ടെന്ന് വർമ്മൻ കൈ ഉയർത്തി. ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്നാൽ അവൻ്റെ ആളുകൾക്കിടയിൽ ഒരാൾ ഉടനെ മുന്നോട്ട് വന്ന് അവൻ്റെ കയ്യിൽ എന്തോ വെച്ചു. അവൾ ശ്വാസം അടക്കിപ്പിടിച്ച് നോക്കി. വർമ്മൻ്റെ വിരലുകൾ ആ വസ്തുവിൽ മുറുകി. അടുത്ത നിമിഷം അവൻ അത് ഷാഡോയുടെ നേരെ എറിഞ്ഞു. കാറ്റിനെ കയറി അത് നിലത്തേക്ക് വീണു. ഒരു നിമിഷം പോലും വൈകാതെ ഷാഡോ അതിലേക്ക് ചാടി വീണു. അതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ ആ മാംസ കഷ്ണത്തിൽ ആഴ്ന്നിറങ്ങി. ആ ശബ്ദം കേട്ടതും അവളുടെ ശരീരം വിറച്ചു. അതിൻ്റെ താടിയെല്ലുകൾ ആ മാംസം കീറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൾ അത് വ്യക്തമായി കണ്ടത്. ചുവന്ന, ഇപ്പോഴും പച്ചയായ രക്തം പുരണ്ട ഒരു മാംസ കഷ്ണം. അവളുടെ വയറ് ആളാൻ തുടങ്ങി. ഗാഥ മുഖം തിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ കണ്ണുകൾ അനങ്ങിയില്ല. അപ്പോഴാണ് വർമ്മൻ കൈകളിലെ പൊടി തട്ടിക്കൊണ്ട് പതിയെ അവളുടെ നേരെ തിരിഞ്ഞത്. അവൻ്റെ കറുത്ത കണ്ണുകൾ നേരെ അവളിലേക്ക് പതിഞ്ഞു. അവൻ്റെ ചുണ്ടുകളിൽ വളരെ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി അവളുടെ രക്തം തണുപ്പിക്കാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു.
അറിയാമോ? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. ഷാഡോയ്ക്ക് സാധാരണ ഭക്ഷണം അത്ര ഇഷ്ടമല്ല. ഗാഥയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. അവൻ വീണ്ടും ഷാഡോയിലേക്ക് നോക്കി, പിന്നെ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക്. അത് ഒരു മനുഷ്യൻ്റെ ഇറച്ചിയായിരുന്നു. വർമ്മൻ പതിയെ ഗാഥയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ചുണ്ടുകളുടെ കോണിൽ വളരെ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അറിയാമോ? അവൻ ശാന്തമായി ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ശബ്ദം പോലും പുറത്തു വന്നില്ല. ഷാഡോയ്ക്കൊരു മോശശീലമുണ്ട്. അവൻ താഴേക്ക് നോക്കി. ഇപ്പോഴും ആർത്തിയുടെ മാംസം കീറി തിന്നുന്ന റോഡ് വീലറിലേക്കായിരുന്നു അവൻ്റെ നോട്ടം. അതിന് മനുഷ്യൻ്റെ മണം വളരെ വേഗം തിരിച്ചറിയാൻ കഴിയും. അവളുടെ തൊണ്ട വരണ്ടുപോയി. പിന്നെ അവൻ വീണ്ടും അവളെ നോക്കി. ഒരിക്കൽ മനുഷ്യൻ്റെ രക്തത്തിന് രുചി അറിഞ്ഞാൽ ഒരു നിമിഷം അവൻ നിർത്തി. പിന്നെ അത് മറക്കില്ല. അവളുടെ കാലുകൾ വിറച്ചു. അവൻ ഒരു പടി അവളുടെ നേർക്ക് നടന്നു. ഇപ്പോൾ അത് കഴിക്കുന്നത് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഷാഡോയിലേക്കും പിന്നെ അവളിലേക്കും മാറി. ഒരു മനുഷ്യൻ്റെ ഇറച്ചിയാണ്. ലോകം നിശ്ചലമായി. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. ദൈവമേ! അവളറിയാതെ വായ പൊത്തി. വയറ് ആളിമറിഞ്ഞു. ഷാഡോ ആ മാംസം പല്ലുകൾ കൊണ്ട് കീറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അവളുടെ കണ്ണുകളിൽ മങ്ങലായി നിറഞ്ഞു. അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി. ഗാഥ കണ്ണുകൾ മുറുകെ അടച്ചു. ശരീരം മുഴുവൻ നിയന്ത്രണം വിട്ട് വിറയ്ക്കുകയായിരുന്നു. അപ്പോഴും വർമ്മൻ്റെ ശബ്ദം മാത്രം ശാന്തമായിരുന്നു. ഉറങ്ങിക്കോ, രാത്രി ഒരുപാട് വൈകിപ്പോയി. അവൻ തിരിഞ്ഞു നടന്നു. 2 അടി നടന്ന ശേഷം വീണ്ടും നിന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു. പിന്നെ ഷാഡോയ്ക്ക് ആരാണ് സ്വന്തം, ആരാണ് ശത്രു എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഒരു നിമിഷത്തെ നിശബ്ദത. അതുകൊണ്ട് എന്നെ ദേഷ്യം അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കൂ വക്കീൽ മാഡം. അത് പറഞ്ഞ് അവൻ നടന്നകന്നു. അവൾ അവിടെ തന്നെ നിന്നു, ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട്. ഷാഡോയുടെ പല്ലുകൾ മാംസം കീറുന്ന ശബ്ദം മാത്രം അവളുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളുടെ മനസ്സ് വീണ്ടും ഇന്നലെയിലേക്ക് ഓടിപ്പോയി. എല്ലാത്തിൻ്റെയും തുടക്കം ഇന്നലെ രാവിലെയായിരുന്നു. വീട്ടിൽ രാവിലെ തന്നെ യുദ്ധക്കളത്തിൻ്റെ പ്രതീതിയായിരുന്നു. അമ്മ അവളുടെ മുറിയിൽ കയറി കൈ രണ്ടും കൂപ്പി നിന്നു. മോളെ, ഞാൻ അപേക്ഷിക്കുക, ഇന്ന് മാത്രം നീ ഒരു കുഴപ്പമുണ്ടാക്കരുത്. ദയവായി എന്നെ നാണം കെടുത്തരുത്. അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടി ഒതുക്കിക്കൊണ്ട് ചിരിച്ചു. അമ്മേ, ഞാൻ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്നതാണ്, യുദ്ധത്തിനല്ല. അത് തന്നെയാണ് എൻ്റെ പേടി. അമ്മ ദീർഘ നിശ്വാസം എടുത്തു. നിനക്ക് എവിടെ അനീതി കണ്ടാലും വായ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു. ഞാൻ വക്കീലല്ലേ അമ്മേ? അമ്മ നെറ്റിയിൽ കൈവച്ചു. അതാണ് പ്രശ്നം. ഉച്ചയോടെ ഗാഥ വിവാഹ മണ്ഡപത്തിലെത്തി. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നന്ദന വധുവായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ ഗാഥയ്ക്കും സന്തോഷമായി. മുഹൂർത്തത്തിന് സമയമെടുത്തു. വരനും കുടുംബം മണ്ഡപത്തിലേക്കെത്തി. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടില്ല. പുറത്ത് പെട്ടെന്ന് കാറുകളുടെ ബ്രേക്ക് ഇടുന്ന ശബ്ദം. ഒന്നല്ല, 5-6 കറുത്ത SUV-കൾ ഹോളിന് മുന്നിൽ വന്നു നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ആദ്യം ഇറങ്ങിയത് കറുത്ത വസ്ത്രം ധരിച്ച കുറച്ച് ആളുകളായിരുന്നു. അവരുടെ നടപ്പിൽ തന്നെ ഭയമുണ്ടായിരുന്നു. അവർക്കിടയിലൂടെ വർമ്മൻ കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ ഹോളിലേക്ക് നടന്നു വന്നു. അവനെ കണ്ട നിമിഷം പലരുടെയും മുഖം വിളറി. വർമ്മൻ ആരോ ഭയത്തോടെ പിറുപിറുത്തു. അവൾ ആദ്യമായി അവനെ കാണുന്നത്. പക്ഷേ ആ പേര് അവൾക്ക് പരിചിതമായിരുന്നു. നഗരത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ. വർമ്മൻ നേരെ വരൻ്റെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. കേസ് പിൻവലിച്ചോ? ശാന്തമായ ശബ്ദം, പക്ഷേ അതിൽ ആജ്ഞയായിരുന്നു. വരൻ്റെ അച്ഛൻ വിറച്ചുകൊണ്ട് തല ഉലുക്കി. ഇല്ല. വർമ്മൻ ചെറുതായി ചിരിച്ചു. അപ്പോൾ അവൻ ചുറ്റുമുള്ളവരെ നോക്കി. ഈ കല്യാണവും നടക്കില്ല. ആ വാക്ക് കേട്ടത് മണ്ഡപം മുഴുവൻ നിശബ്ദമായി. വരൻ ആദിത്യൻ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. നിങ്ങളാരാണ് ഞങ്ങളുടെ കല്യാണം തടയാൻ? വർമ്മൻ മറുപടി പറഞ്ഞില്ല. ആ നിശബ്ദത ആദിത്യയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അവൻ വർമ്മൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അടുത്ത നിമിഷം വർമ്മൻ്റെ ആളുകൾ ആദിത്യയെ പിടിച്ച് നിലത്തേക്ക് എറിഞ്ഞു. ഒരാൾ വയറ്റിൽ ചവിട്ടി, മറ്റൊരാൾ മുഖത്തിടിച്ചു. രക്തം ഒഴുകാൻ തുടങ്ങി. മതി, അവൾ അറിയാതെ അലറിപ്പോയി. ആരും അനങ്ങിയില്ല. അവളുടെ കാലുകൾ തന്നെ മുന്നോട്ട് നടന്നു. നിർത്താൻ! ഗാഥ വർമ്മൻ്റെ ആളുകളെ തള്ളിമാറ്റി ആദിത്യയുടെ മുന്നിൽ നിന്നു. ഒരുമിച്ച് നിന്ന് ഒരാളെ തല്ലാൻ നാണമില്ലേ? ആരും മറുപടി പറഞ്ഞില്ല. അവൾ നേരെ വർമ്മൻ്റെ മുന്നിലെത്തി. നിങ്ങളാണോ വർമ്മൻ? അവൻ ഗാഥയെ നോക്കി. ആദ്യമായി ആ നോട്ടം. എന്തുകൊണ്ടോ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പക്ഷേ അവൾ ഭയം പുറത്തു കാണിച്ചില്ല. നിയമം നിങ്ങളുടെ കയ്യിലാണെന്ന് കരുതിയോ? അവൾ ചോദിച്ചു. ഇന്ത്യയിൽ ഇപ്പോഴും കോടതിയുണ്ട്. വർമ്മൻ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ മാത്രം അവളിൽ തറഞ്ഞു നിന്നു. ഗാഥ ദേഷ്യത്തോടെ വർമ്മൻ്റെ മുന്നിൽ നിന്നു. ഒരു കല്യാണം മുടക്കാൻ ഇത്രയും ആളുകളെ കൂട്ടി വന്നിരിക്കുന്നു. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. പറയാനുള്ളത് നേരിട്ട് പറയാൻ ധൈര്യമില്ലേ? വർമ്മൻ ശാന്തനായി നിന്നു. അവൻ്റെ മുഖത്ത് യാതൊരു മാറ്റവുമില്ല. ഗാഥ വീണ്ടും തുടർന്നു. ബന്ധങ്ങളുടെ വില അറിയാവുന്ന ഒരാൾക്കും ഒരു വിവാഹ മണ്ഡപത്തിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഹോളിൽ നിശബ്ദത പരന്നു. വർമ്മൻ്റെ ആളുകളുടെ മുഖം കടുത്തു. പക്ഷേ വർമ്മൻ ഇപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഗാഥ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇന്നത്തെ ദിവസം തന്നെയാണോ തിരഞ്ഞെടുത്തത്? 2 കുടുംബങ്ങളുടെ സന്തോഷം തകർക്കാൻ? അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ഞാൻ മറന്നുപോയി. ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ ആദ്യം സ്വന്തമെന്ന് വിളിക്കാൻ ആരെങ്കിലും വേണം. ആ വാക്ക് കേട്ട നിമിഷം വർമ്മൻ്റെ കണ്ണുകളിൽ എന്തോ മിന്നിമറഞ്ഞു. ആദ്യമായി അവൻ്റെ മുഖത്ത് ശാന്തതയിൽ ഒരു വിള്ളൽ വീണു.
ഗാഥ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾ വീണ്ടും പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർക്ക് ആരും ഉണ്ടാകില്ല വർമ്മൻ. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരാളുടെ സന്തോഷം തകർക്കാൻ നിങ്ങൾ വരില്ലായിരുന്നു. സ്വന്തം എന്ന് വിളിക്കാൻ ആരുമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ ബന്ധങ്ങൾ നശിപ്പിക്കാൻ നടക്കുന്നത്. ആ വാക്കുകൾ വർമ്മൻ്റെ ഉള്ളിൽ വർഷങ്ങളായി മൂടിവെച്ച മുറിവ് തുറന്നു. അവൻ്റെ കയ്യിലെ ഞരമ്പുകൾ വലിഞ്ഞു, താടി മുറുകി. എന്നിട്ടും അവനൊരു വാക്കുപോലും പറഞ്ഞില്ല. ഗാഥയ്ക്ക് അതവൻ്റെ തോൽവിയായി തോന്നി. നിങ്ങളെ കണ്ടാൽ കഷ്ടം തോന്നുന്നു, അവൾ തലകുലുക്കി. പണവും അധികാരവും ഉണ്ടാവും, പക്ഷേ മനുഷ്യരില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് വർമ്മൻ അവളുടെ കയ്യിൽ പിടിച്ചത്. ഗാഥ പെട്ടെന്ന് തിരിഞ്ഞു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവളുടെ കൈ വർമ്മൻ്റെ കവിളിൽ പതിഞ്ഞു. ഹാൾ മുഴുവൻ നിശബ്ദമായി. ആ ശബ്ദം മാത്രം ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. വർമ്മൻ്റെ തല ചെറുതായി ഒരു വശത്തേക്ക് തിരിഞ്ഞു. അവൻ്റെ ആളുകൾ ഞെട്ടി. സാർ! ഒരാൾ മുന്നോട്ട് വരാൻ ശ്രമിച്ചു. വർമ്മൻ കൈ ഉയർത്തി അവനെ തടഞ്ഞു. പതിയെ, വളരെ പതിയെ. അവൻ മുഖം നേരെയാക്കി. അവൻ്റെ കണ്ണുകൾ വീണ്ടും ഗാഥയിൽ പതിഞ്ഞു. ഇത്തവണ അതിൽ ശാന്തതയില്ലായിരുന്നു, പുഞ്ചിരിയുമില്ലായിരുന്നു, വല്ലാത്തൊരു തണുപ്പായിരുന്നു. അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, നീ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. വർമ്മൻ വളരെ പതുക്കെ മുഖമുയർത്തി ഗാഥയെ നോക്കി പറഞ്ഞു, നീ എന്നെ അടിച്ചതല്ല ഗാഥ, നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയതാണ്. അതിനുശേഷം ഒരാജ്ഞ, താലി. അവൻ്റെ ആളുകൾ ഒരു നിമിഷം പോലും വൈകാതെ താലി കൊണ്ടുവരുന്നു. ഗാഥ ഞെട്ടി പിന്നോട്ട് മാറും. നിങ്ങൾക്ക് ഭ്രാന്താണോ? വർമ്മൻ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി പറയും. ഇനി മുതൽ ലോകം നിന്നെ വർമ്മൻ്റെ ഭാര്യയായിട്ടാണ് അറിയുക. അടുത്ത നിമിഷം അവൻ താലി കെട്ടി. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.